അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കഥ പറഞ്ഞിരുന്നു. കഥയല്ല, നടന്ന സംഭവം. ഒരു സ്വാലിഹത്തായ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ടും ആ പെൺകുട്ടിക്ക് മക്കളായില്ല. ആ ഒരു കാരണത്താൽ പരിഹസിച്ചും കളിയാക്കിയും നീ മച്ചിയാണ്, നീ ഇനി പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഉമ്മ നിർബന്ധപൂർവം ആ പെൺകുട്ടിയെ ഒഴിവാക്കി മൊഴി ചെല്ലിപ്പിച്ചു. മക്കളാവാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, ഒരുപാട് വേദനിപ്പിച്ച് അപമാനിച്ച് ആ പെൺകുട്ടിയെ ഒഴിവാക്കുകയാണുണ്ടായത്. ഒരുപാട് കാലം അവർ ഒന്നിച്ചു താമസിച്ചിട്ടും പെട്ടെന്ന് അവർ ഇതുപോലൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഈ സ്ത്രീയുടെ ഭർത്താവിന് ഇവളെ ഏറെ ഇഷ്ടമായിരുന്നു. പിന്നെ ഉമ്മയുടെ ആ നിർബന്ധപ്രകാരമായിരുന്നു അയാളും ഈ ഒരു ഡിവോഴ്സിന് സമ്മതിച്ചത്. അയാൾക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ വേണമെന്ന്. ഇയാളുടെ ഉമ്മ ഇവളെ പലതും പറഞ്ഞ് വേദനിപ്പിച്ചെങ്കിലും അവൾക്ക് അത്ര വലിയ വേദന തോന്നിയിട്ടില്ല. പക്ഷെ ഇയാളുടെ ആ ഒരു വാക്കാണ് ആ പെണ്ണിൻ്റെ മനസ്സ് നൊന്തുപോയത്. നീ മച്ചിയാണ്, നീ പ്രസവിക്കില്ല, നിന്നെ എനിക്ക് വേണ്ട, ദയവ് ചെയ്ത് ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്നുള്ള ആ ഒരു ചോദ്യം ആ പെണ്ണിൻ്റെ മനസ്സ് വല്ലാതെ നൊന്തുപോയി. അങ്ങനെയാണ് ഇവർ ഡിവോഴ്സായി ജീവിക്കുന്നത്. ആ ഒരു കഥയായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഇതറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ കഥ പറയാനുള്ള കാരണം, റമദാൻ കിറ്റുമായി ഒരു വീട്ടിൽ ചെന്നതാണ് ഞാൻ. അപ്പോഴാണ് ഒരു ഉമ്മയും മകളും രോഗിയായി കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ആ ഉമ്മയാണ് എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. അവർ ഈ അവസ്ഥയിലെത്താനുള്ള കാരണം ആ ഒരു പെണ്ണിൻ്റെ ശാപമാണ്, കണ്ണീരാണ്, അതിന് പടച്ചറബ് തന്ന ശിക്ഷയാണെന്നും പറഞ്ഞു. ആ ഉമ്മയും മകളും മാത്രമല്ല, ഇവളുടെ ഭർത്താവും കിടപ്പിലാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട്. അതുമാത്രമല്ല, ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു പെണ്ണിലും മക്കളൊന്നുമായില്ല. സംഭവം അയാൾക്കായിരുന്നു കുഴപ്പം, അതാണ്. അപ്പോൾ ആ ഒരു കഥ ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ് ഒരുപാട് സങ്കടമായി പോയത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഓരോ ഭർത്താക്കന്മാരും ഇത് കാണേണ്ടതാണ്. ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. അവരെന്താണ് നിങ്ങളോട് ചെയ്ത തെറ്റ്? നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ കൂടെ കിടന്നതോ? മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും പടച്ചറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം, ആ പെണ്ണിൻ്റെ സമ്മതത്തോടെ. ആ പെണ്ണിനെ നോവിച്ചുകൊണ്ടാവരുത് ഒന്നും. ഒരു പെണ്ണിൻ്റെ കണ്ണീരാണ് ഇന്ന് ഒരു കുടുംബം അനുഭവിക്കുന്നത്. ആ ഒരു കഥയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അത് കണ്ടിട്ട് ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചത്. നല്ലൊരു സ്വലിഹത്തായ പെണ്ണിനെ ആയിരുന്നു പലതും പറഞ്ഞ് വേദനിപ്പിച്ച് ഇവർ ഒഴിവാക്കിയത്. ആ ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റിലൂടെ ആ പെൺകുട്ടിക്ക് വിവാഹാലോചനവുമായി ഒരുപാട് ആളുകൾ വന്നിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ആ കുട്ടിക്ക് അന്നേ ഒരുപാട് വിവാഹാലോചനകൾ വന്നതാണ്. പക്ഷെ അവർക്കെന്തോ ഒരു പേടി, അവരൊന്നിനും സമ്മതിച്ചില്ല. അവരിന്നും ജീവിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഒന്നിച്ച് താമസിച്ച് പെട്ടെന്ന് ഒരു നിമിഷം വേണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് അവരെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയില്ല. അതുതന്നെയായിരുന്നു ആ സ്വാലിഹത്തായ പെണ്ണിനും സംഭവിച്ചത്. ഇന്നും ആ പെൺകുട്ടി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ഞാൻ ഈ കഥ പറഞ്ഞപ്പോഴും ഒരുപാട് ആളുകൾ അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് ആളുകളെ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു, അവരുടെ നമ്പർ തരൂ, അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഒരു പെണ്ണിൻ്റെ മനസ്സ് നോവിച്ചതിന് പടച്ചറബ് കൊടുത്ത ശിക്ഷയാണെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല, അനുഭവിച്ച ആ ഉമ്മ തന്നെ എന്നോട് പറഞ്ഞതായിരുന്നു. ആ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇവർ ഒഴിവാക്കിയ ആ പെൺകുട്ടിയും അറിഞ്ഞിരുന്നു. അതറിഞ്ഞിട്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഒരുപാട് വേദനയുണ്ട്. ആ പെൺകുട്ടി മനസ്സുകൊണ്ട് പ്രാഗിറ്റൊന്നുമില്ല. ആ ഒരു സമയത്തുണ്ടായ വേദന, അതാണ് പടച്ചറബ് കണ്ടത്. ഇത് പടച്ചറബിൽ നിന്നും നേരിട്ടെത്തിയ ശിക്ഷ തന്നെയാണ്. ആ പെൺകുട്ടി പുറത്തു കൊടുത്തെങ്കിലും പടച്ചറബ് പുറത്തു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു തെറ്റാണ് ആ ഉമ്മയും മക്കളും ചെയ്തത്. അവരിന്ന് ആ സന്തോഷത്തോടെ തന്നെ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതുമുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ സ്ത്രീയെ അപമാനിച്ച് ഒഴിവാക്കുക. ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഈ വീഡിയോയിലെ കമൻറ്റിലൂടെ മനസ്സിലായി. ഒരുപാട് സ്ത്രീകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെയും ഇതുപോലെ തന്നെയാണ് ഇക്ക ഒഴിവാക്കിയത്. പിന്നെ ഒരു പെൺകുട്ടി പറഞ്ഞു, എന്നെയും ഒഴിവാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് തന്നെ എന്നെയും ഒഴിവാക്കും, ദുആ ചെയ്യണമെന്ന്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ എന്തിനാണ് ദുആ ചെയ്യുന്നത്? ആ സ്ത്രീക്ക് അയാളോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്, അയാളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്. അപ്പോൾ ആ സ്ത്രീ എത്രമാത്രം കൊതിക്കുന്നുണ്ടാകും അയാളോടൊപ്പമുള്ളൊരു ജീവിതം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കുമ്പോൾ അവരുടെ മനസ്സും കൂടി നമ്മൾ കാണണം. ചില സ്ത്രീകൾ അങ്ങോട്ട് പറയാറുണ്ട്, നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം. അങ്ങനെ 2 വിവാഹം കഴിക്കുന്നവരുണ്ട് ഭാര്യയുടെ സമ്മതപ്രകാരം. അതൊക്കെ ഓക്കെ. പക്ഷേ ഇതൊരു പെണ്ണിനെ നോവിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി
നിങ്ങളെടുക്കുന്ന തീരുമാനം അത് ആ പെണ്ണ് പുറത്താലും പടച്ചറബ് പുറത്തു തരില്ല കേട്ടോ. മക്കളില്ലാത്ത എത്രയോ ആളുകൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ ഞാൻ പറയാം. ഇതുപോലെ തന്നെ മക്കളില്ല, പക്ഷെ അവരിന്നും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നു. അവിടെയാണ് സ്നേഹം ഒളിഞ്ഞു കിടക്കുന്നത്. അവരെ തന്നെ പരസ്പരം സ്നേഹിച്ച് അവരെ തന്നെ മക്കളായി കണ്ട് അവരിങ്ങനെ ജീവിക്കുന്നു. അവരിടയ്ക്ക് പറയും അത്രേ, നമുക്കിങ്ങനെ പരസ്പരം വലിയൊരു സ്നേഹം തോന്നുന്നത് നമ്മുടെ ഇടയിൽ മക്കളില്ലാത്തത് കൊണ്ടാണെന്ന്. മക്കളുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഉണ്ടാവില്ല എന്ന്. ഷെയർ ചെയ്തു പോകുമല്ലോ മക്കളുണ്ടെങ്കിൽ മക്കളോടാണല്ലോ സ്നേഹം തോന്നുക. അപ്പോൾ മക്കളില്ലാത്തത് കൊണ്ട് അവർ പരസ്പരം മക്കളെ പോലെ സ്നേഹിച്ച് ജീവിക്കുന്ന ദമ്പതികളുണ്ട്. അവരിപ്പോൾ പറയുന്നത് ചുമ്മയാണെങ്കിലും നമുക്ക് മക്കളില്ലാത്തത് നന്നായി, അതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ പരസ്പരം ഇത്രയധികം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താക്കന്മാരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പെട്ടെന്നിങ്ങനെ ഒഴിവാക്കി പോകുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സുകൂടി കാണണം കേട്ടോ. അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കണം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കണ്ണുനീരിന് വില നിങ്ങൾ നൽകേണ്ടി വരും. അവരെന്താണ് തെറ്റ് ചെയ്തത് എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവരൊന്നും ഉദ്ദേശിക്കാതെ നമ്മളിലേക്ക് കടന്നു വന്നവരാണ്, നമ്മളെ ഇഷ്ടപ്പെട്ടവരാണ്, നമ്മോടൊപ്പം കിടന്നവരാണ്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് അവരെ ക്രൂശിച്ച് അവരെ അപമാനിച്ച് ചീത്ത പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നാണോ? ഒരു സ്നേഹമുള്ളവർക്കും ഇതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹം, ഇഷ്ടം അത് സത്യമാണെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുകയുമില്ല. അവർക്ക് നമ്മളോട് സ്നേഹമില്ല, അതന്നെ, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ അവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ തനിച്ച് ജീവിക്കുന്നത് തന്നെ നല്ലത്. ഇതുപോലെ അനുഭവിക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ വീഡിയോക്ക് വന്ന കമൻറ്റ് തന്നെ. ഒരുപാട് ആളുകൾ ആ സ്ത്രീക്ക് വേണ്ടി വിവാഹാലോചനവുമായി വന്നിട്ടുണ്ട്. അവർക്കതിനോട് താല്പര്യമില്ലെന്നേ, അവർക്കതിനോട് പേടിയാണ്. പിന്നെ ആ കുടുംബത്തോടുള്ള ഇപ്പോഴുള്ള ആ ഒരു സഹതാപം, അവരിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഈ സ്ത്രീ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോഴും അയാളും ആ കുടുംബവും തന്നെ. അതോർത്ത് ആ കുട്ടിയും ഇന്ന് സങ്കടപ്പെടുകയാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ പെൺകുട്ടി എത്രമാത്രം നല്ല കുട്ടിയായിരിക്കുമെന്ന്. പടച്ചറബ്ബ് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ, ആമീൻ എന്നും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مولده الشريف مشاهير